ഇല്ലയോ? ഞങ്ങൾ എന്തെങ്കിലും പ്രകോപനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ കൈമണി കാണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചാലേ അത് ഞങ്ങൾ ആദ്യമായിട്ട് കാണിച്ചു. രാവിലെ 11 മണിക്ക് വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. അവന് ഒരുത്തരത്തിൽ കറുത്ത കയ്യിൽ എടുത്ത് റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഉയർത്തിയ ദേശീയ പതാക താഴ്ത്തിക്കെട്ടുന്നതിനായാണ് ഫൈസൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലെത്തിയതെന്നും കറുത്ത മുണ്ട് ധരിച്ചതുകൊണ്ട് മാത്രമാണ് ഫൈസലിനെ പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയതെന്നും കോൺഗ്രസ് നേതാവ് പ്രവീൺ പ്ലാവിളയിൽ പറഞ്ഞു. പതാക താക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ചുമതല നടപ്പിലാക്കാനായി പാർട്ടി ഓഫീസിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഫൈസലിനെ ഒരു കറുത്ത കൈലിയാണ് ഉടുത്തിരുന്നത് എന്ന ഒറ്റ കാരണത്താൽ അവിടുന്ന് ഒന്നും ചോദിക്കാതെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി കൊലപാതകളെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ വെച്ചിട്ട് ഇപ്പോൾ അവര് അതിന് കേസെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മെഡിക്കൽ എടുത്ത് അദ്ദേഹത്തിന്റെ പേര് കേസ് ചാർജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. പത്തനംതിട്ടയിൽ നിന്നും കോന്നി വഴിയാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകേണ്ടിയിരുന്നത്. കോന്നിയിൽ കറുത്ത മുണ്ട് ധരിച്ച് റോഡിൽ നിന്നിരുന്ന കോൺഗ്രസ് കോന്നി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫൈസലിനെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഇതറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ കോന്നി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുമായി കോൺഗ്രസ് പ്രവർത്തകർ വാക്കേറ്റമുണ്ടായി.